ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്ക് റെസിപ്പിയാണിത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സേമിയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ട് മനസ്സിലാക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സേമിയ അതൊരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പൊടികളാണ്: മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല, മല്ലിപ്പൊടി. ഇതിൻ്റെയൊക്കെ അളവ് എത്രയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 2 കോഴിമുട്ട, പിന്നെ ഒരു 1/4 കപ്പോളം റവ. ഇത് കോട്ടിങ്ങിനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഡ്രൈ റോസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴേക്കും നമ്മൾ സേമിയ ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാത്ത വിധം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. സേമിയ നന്നായിട്ട് വറുത്തെടുത്ത ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സേമിയ നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സേമിയ കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ച് വച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ സവാള, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മുട്ട 2 പൊട്ടിച്ച് നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. റവ, എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മസാല തയ്യാറാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളിലേക്ക് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന സേമിയ, കിഴങ്ങ് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ മസാല ഒന്ന് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
നന്നായിട്ട് തണുക്കേണ്ട, ചെറു ചൂടോടുകൂടി തന്നെ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് വയ്ക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി നമുക്കിത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ മസാല മുഴുവൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയിട്ട് മുട്ടയിൽ മുക്കി റവയിൽ കോട്ട് ചെയ്ത് നമുക്ക് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഒരുപോലെ തന്നെ ഫ്രൈ ആവണം. ഒരു സൈഡ് ഫ്രൈ ആവാൻ ഏകദേശം ഒരു 4 മിനിറ്റ് മതിയാക്കും. അങ്ങനെ നമുക്ക് എല്ലാ ബോൾസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാത്തിൻ്റെയും ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ഇപ്പോൾ 2 സൈഡും ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റിലൂടെ എല്ലാവരും അറിയിക്കണം. സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇപ്പോൾ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. കൂടാതെ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം. ടാറ്റാ.